മലബാർ ഗോൾഡ്സിൻ്റെ ഫൗണ്ടറായ ഫൈസൽ എം മലബാറിൻ്റെ വീട് പാലുകാച്ച് നടന്നതും അവിടേക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നതെല്ലാം നിങ്ങൾ കണ്ടു കാണും. അതിൽ വന്ന രണ്ടുപേരാണ് ആദിലയും നൂറയും. അവർ വന്നു, അവർ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. വളരെ ആതിഥ്യ മര്യാദയോടെ അവിടെ ആൾക്കാർ പെരുമാറി. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇയാളുടെ കുറേ ഫോളോവേഴ്സ് ഇയാളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറിവിളിയും ഇത് ശരിയല്ലെന്നും ഇത് സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നതുമൊക്കെ ഒരേ ബഹളമായി. ഈ ബഹളങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഫൈസൽ എം മലബാർ എന്ന ഈ മനുഷ്യൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എൻ്റെ ഗൃഹപ്രവേശ ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. ഇതാണ് ഇയാൾ എഴുതി പടച്ചുവിട്ടേക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. അയാൾ പറയുന്നത് അയാളുടെ ചടങ്ങിലേക്ക് ഇവരെ ആരാണ് ക്ഷണിച്ചതെന്ന് അയാൾക്കറിയത്തില്ല എന്നൊക്കെയാണ്. സംശയമൊന്നുമില്ല, അയാളുടെ PR ടീമാണ് ക്ഷണിച്ചിരിക്കുന്നത്. കുറേ നാളുകളായിട്ട് ഇയാൾ PR വഴി ഞാൻ വലിയ നന്മയാണ്, ഞാൻ നന്മ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ വരുത്തി തീർക്കാനായിട്ടും കുറേ സെലിബ്രിറ്റീസിനെ വിളിച്ചു നിർത്തി അവരെ വീട്ടിലേക്ക് വിളിക്കുന്നതും അതൊക്കെ വീഡിയോ ഇട്ട് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ PR ഒന്നും അങ്ങോട്ട് പച്ച പിടിച്ചു വരുന്നില്ല. അപ്പോഴാണ് ഈ ഗൃഹപ്രവേശനത്തിൽ ഇങ്ങനെ PR-ലൂടെ കുറേ സെലിബ്രിറ്റീസിനെ വരുത്താൻ തീരുമാനിച്ചത്. അപ്പോൾ PR ടീം എന്ത് ചെയ്തു? ആ സമയത്ത് കത്തി നിൽക്കുന്ന സെലിബ്രിറ്റീസിനെ എല്ലാം വിളിച്ചു. അതിൽ 2 പേരാണ് ആദിലയും നൂറയും. പിന്നെ ഈ PR ടീം ആരെയൊക്കെയാണ് വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുന്നത് വെറും മുടന്ത ന്യായമാണ്. ഓക്കെ, അവരെ ആതിഥ്യ മര്യാദയോടെ സ്വീകരിച്ചു, അതും ശരി. എന്നിട്ട് പിറ്റേന്ന് ഒരു മൈക്ക് എടുത്ത് വിളിച്ചു പറയുകയാണ് ഇവരെ ഞാൻ വിളിച്ചിട്ടില്ലേ, ഇവർ വലിഞ്ഞു കയറി വന്നവരാണേ എന്ന്. ആ മനുഷ്യരുടെ ഡിഗ്നിറ്റിക്ക് പുല്ലു വിലയാണ് ഇയാളിവിടെ നൽകിയിരിക്കുന്നത്. ഒരു സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും ഉള്ളിലെ ഫ്രോഡ്തനം അറിയാതെ വെളിച്ചാടും എന്ന് പറയുന്നത് പോലെ. കാരണം ജീവിതത്തിൽ എപ്പോഴും PR വർക്കാകത്തില്ല. PR ഇല്ലാത്ത സമയത്ത് നമ്മുടെ സ്വന്തം സ്വഭാവം മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇന്ന് ഞാൻ ഈ വിഷയത്തിൽ കണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരാൾ എഴുതിയിരിക്കുന്നത് വളരെ കറക്റ്റാണ്. PR ടീം ഓഫീസിലെത്താൻ 10 മിനിറ്റ് വൈകിയാൽ ഇവിടെ കുറേ കോമാളികൾ എക്സ്പോസ് ആകുമെന്ന്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇയാൾ. ലക്ഷ്മി എന്താ പറഞ്ഞാൽ ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന്. ഇയാൾ എന്താ പറയുന്നത്, അവരെ വീട്ടിൽ ഞാൻ വിളിച്ചിട്ടില്ല, അവർ വലിഞ്ഞു കയറി വന്നതാണ്, അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു, ഇവർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്നതാണ് ഇയാൾ സൊസൈറ്റിക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും ഇതിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ, ആ ഹോമോഫോബിക് കമൻ്റ് ഇട്ട ആൾക്കാർ ചെയ്തതിനേക്കാളും വലിയ അശ്ലീലമാണ് നിങ്ങളിപ്പോൾ കാണിച്ചത്. 2 മനുഷ്യരുടെ സെൽഫ് റെസ്പെക്റ്റിന് നിങ്ങൾ നൽകിയിരിക്കുന്നത് പുല്ലുവിലയാണ്. അതിനി PR ഉപയോഗിച്ച് എത്ര തന്നെ വെളുപ്പിച്ചാലും വെളുക്കില്ല സാർ എന്നേ പറയാനുള്ളൂ.